ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടം വരച്ച് പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിയാണ് ജസ്ന സലീം. ആ കുട്ടി അതിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് അത് പറയുന്നുണ്ട്, ഞാനത് ഫ്രീ ആയിട്ടല്ല വരച്ച് കൊടുക്കുന്നത്, ഞാനതിന് റേറ്റ് വെച്ചിട്ടാണ് ഞാനത് എല്ലാവർക്കും വരച്ച് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അതിൻ്റെ കുടുംബം നോക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു കേരള പ്രാദേശികം ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തട്ടിപ്പുകാരിയായിട്ടുള്ള ജസ്ന സലീമിനെ സുരേഷ് ഗോപി സാറ് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് എത്തിച്ചു, ശ്രീകൃഷ്ണന്റെ പടം വരച്ച് കൊടുപ്പിച്ചു എന്നൊക്കെയാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാമേ അതെന്തോ പറയുന്നതെന്ന് വെച്ചാൽ. ഒരിക്കലും ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒരു തട്ടിപ്പുകാരിയെ ആ വിവാഹത്തിൽ പങ്കെടുപ്പിച്ചു. ആ തട്ടിപ്പുകാരിയെ നരേന്ദ്രമോദിയുടെ മുന്നിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി നരേന്ദ്രമോദിക്ക് ആ തട്ടിപ്പുകാരിയെ കൊണ്ടൊരു സമ്മാനം കൊടുപ്പിച്ചു. നരേന്ദ്രമോദി ആ തട്ടിപ്പുകാരിയെ ആദരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മാതാവിന്റെ പണിയാകുമോ എന്നാണ് പലരിപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നത്. വിവാഹം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പവിത്രമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹ ചടങ്ങല്ല നടന്നത്, ഒരു രാഷ്ട്രീയ പ്രചരണ യോഗം എന്ന രീതിയിലാണ്. അതായത് BJPയുടെ വലിയൊരു പ്രചരണ പരിപാടി 2024 വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് പരമാവധി ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് നടന്നത്. BJPയുടെ ഉയർന്ന നേതാക്കൾക്ക് പോലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്. BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ ആ പരിസരത്തൊന്നും ഞാൻ കണ്ടില്ല. അമ്പലത്തിനകത്ത് വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ചുരുങ്ങിയ ആളുകൾക്കിടയിൽ ഒരു തട്ടിപ്പുകാരി ഇടം പിടിച്ചിരിക്കുന്നു. ജസ്ന സലീം എന്ന് പേരുള്ള ആ തട്ടിപ്പുകാരിയെ നിങ്ങളൊക്കെ അറിയും. ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ച് ശ്രദ്ധേയയായ ഒരു യുവതിയാണ്. എന്തായാലും ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ചോട്ടെ, ഗുരുവായൂരപ്പനെ അവർ ഇഷ്ടപ്പെട്ടോട്ടെ. ഇനി അവർക്ക് ഗുരുവായൂരപ്പനിലാണ് വിശ്വാസമെങ്കിൽ അതിലൊന്നും തെറ്റില്ല. ഞാനിവിടെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ചതുമായി ബന്ധപ്പെട്ടല്ല ഈ സ്ത്രീയുടെ കാര്യം ഇവിടെ എടുത്തു പറയുന്നത്. ഈ സ്ത്രീ ചെയ്തു കൂട്ടിയ ഒരുപാട് ദുഷ്ടതകളുണ്ട്, ഒരുപാട് ക്രൂരതകളുണ്ട്. അതിന്റെയൊക്കെ കൃത്യമായ തെളിവുകൾ കയ്യിൽ കിട്ടിയതിന്റെ പേരിലാണ്. നേരത്തെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ തുടർച്ചയായി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു, കണ്ണനെ കാണുന്നു, കണ്ണന്റെ ഫോട്ടോ വരക്കുന്നു, 100 ഫോട്ടോകൾ വരച്ച് വിതരണം ചെയ്യുന്നു, ഫോട്ടോ വരക്കുന്നതിന് വേണ്ടി ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു, അത്തരത്തിൽ പണം ഉണ്ടാക്കുന്നു. എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഈ സ്ത്രീ തലയിൽ തട്ടമിടാറുണ്ട്. എന്നാൽ ഈ സ്ത്രീയുടെ നാട്ടിൽ തലയിൽ തട്ടമിടാറില്ല. അതായത് ഇവിടെ മുസ്ലിം പേരും ഒരു മുസ്ലിമിന്റെ വേഷങ്ങളും ധരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ മാത്രമേ വിലയുള്ളൂ. അതായത് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ അമ്പലത്തിൽ വരണം. സംഘപരിവാരങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളെ മാത്രമാണ് താല്പര്യമുള്ളത്. അത് നമ്മുടെ രാമസിംഹൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. രാമസിംഹനെ ഇപ്പോൾ കോയ സിംഹൻ എന്നാണ് BJPക്കാർ തന്നെ പറയുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം പവിത്രമായ ഒരു ചടങ്ങാണെന്നാണ് പറയുന്നത്. വിവാഹത്തിന് ആരെയൊക്കെ ക്ഷണിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കണം എന്നുള്ളത്. അപ്പം ഈ പുള്ളിക്കാരനെ വിളിച്ചില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും ഇപ്പം ഇത്രയും ഈ രോഷം കൊണ്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞതൊരു വിവാഹ ചടങ്ങല്ല, ഒരു രാഷ്ട്രീയ പ്രചരണമാണ് നടന്നതെന്ന്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ പോലും ആ പരിസരത്ത് എങ്ങും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ പോരെ, അദ്ദേഹത്തിനെ നല്ലതുപോലെ കണ്ടുകൂടെ? എങ്ങനെയൊക്കെ ചാനൽ റീച്ച് കൂട്ടാമോ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് റീച്ച് കൂട്ടുന്നതെന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു പെൺകുട്ടി അതിൻ്റെ സ്വന്തം ജീവിതം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് ഇവർക്ക് ചെലവിന് കൊടുത്തുകൂടെ? ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് ചെലവിന് കൊടുത്തുകൂടെ? അപ്പം അതെങ്ങും വരയ്ക്കുന്നുമില്ല, പോകുന്നുമില്ല. കഷ്ടം. പിന്നെ ഒരു ഫോട്ടോ വരച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്ത ഒരു തട്ടിപ്പുകാരി എന്ന് പറഞ്ഞു. ഞാൻ ഈ വാർത്ത വായിച്ച ആളിനോട് ചോദിക്കുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾക്ക് ഒരു സ്വല്പമെങ്കിലും ബോധമില്ലേ? ഒരു ശകലമെങ്കിലും നിങ്ങൾക്ക് ബോധമില്ലേ? ഒരു പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് സാധാരണ ഒരു പൗരന് ചെല്ലണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കിടക്കണമെന്നറിയാമോ? വെറുതെ അങ്ങ് ഓടിച്ചെന്നാൽ ചെല്ലാൻ പറ്റത്തില്ല. അതിന് ജസ്ന സലീം തന്നെ പറയുന്ന ഒരു മറുപടി നമുക്കൊന്ന് കേട്ട് നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്ത് അതിലൂടെ പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഇത്ര കേസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. എൻ്റെ സാഹചര്യം മൂലം ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ ഒരു യൂട്യൂബറാണ്. അതാണ് അവർക്ക് ഇത്രയും പ്രശ്നം വരാൻ കാരണം.
പിന്നെ ഞാൻ പലരിടത്തുനിന്നും കേസ് കോംപ്രമൈസ് ചെയ്ത് പൈസ മേടിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാളെ തെളിവ് സഹിതം കൊണ്ടുവരിക ചെയ്യേണ്ടത്, അല്ലാതെ വെറും വാക്ക് പറയല്ല ചെയ്യേണ്ടത്. പിന്നത്തെ കാര്യം, ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടമിടുന്നുള്ളൂ എന്ന് പലരുടെയും പരാതി ഞാൻ കേട്ടു. ഈ അമ്പലനട എന്ന് പറയുന്നതേ 10,000 കൂടുന്ന ഏരിയ മാത്രമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതേ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു സ്ഥലമാണ്. അതിൽ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിന്തിച്ചൂടെ? അതെനിക്കൊരു വിഷയമേ അല്ല എന്നുള്ളത്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഒരു തട്ടിപ്പുകാരി കണ്ടു എന്നുള്ളത്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബാഡ് ഇമേജ് ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ നിഴലിൻ്റെ അടുത്തേക്ക് പോലും SPGക്കാർ നമ്മളെ എത്തിക്കൂല. നമ്മളെക്കുറിച്ച് A to Z കാര്യങ്ങൾ അന്വേഷിക്കുന്നത് SPGക്കാരാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല അന്തസ്സിനാണ് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഞാൻ കൃഷ്ണനെ വരച്ചാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ അന്യ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലല്ല എൻ്റെ വീട്ടിൽ അന്നം മേടിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കണം. ഈ മനുഷ്യർക്ക് കുശുമ്പ് ആവാം, അത് ആവശ്യത്തിൽ കൂടുതലായാലേ അത് ഒട്ടും കൊള്ളത്തില്ല എന്ന് പറയുന്നേക്കാം. അത് ഇത്രയും, അതിപ്പോൾ ഗുരുവായൂരപ്പനെ വരച്ചത് കൊണ്ടോ വരച്ചില്ലെങ്കിലോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി, അല്ലെങ്കിൽ മോദി അല്ല വേറെ ആരും ആയിക്കോട്ടെ, നമ്മൾ ആ മോദിയുടെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് നിയമ കുരുക്കുകൾ തന്നെ ഉണ്ട്. പെട്ടെന്നൊരാൾക്ക് ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇത്രയും ബോധമില്ലാത്തവരാണ് ഈ ഇരുന്നും കൊണ്ട് ഇങ്ങനെ ഈ തട്ടിപ്പുകാരി പ്രൈം മിനിസ്റ്റർക്ക് ചെന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്ത് തട്ടിപ്പാണ് ഇവർ നടത്തിയെന്നുള്ളത് മാത്രം അറിയുന്നില്ല. ആ ജസ്ന അതിനകത്ത് പറഞ്ഞേക്കുന്ന കേട്ടില്ലേ, ആ ജസ്നയ്ക്കെതിരെ മതപരമായും രാഷ്ട്രീയപരമായും അക്രമം നടത്തിയവർക്കെതിരെയാണ് അവർ കേസ് കൊടുത്തത്. അത് ഒത്തുതീർപ്പാക്കിയതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. ഇത്രയും ഈ വീഡിയോകൾ ചെയ്യുന്നതിൽ ഇത്രയും ബോധമില്ലാത്തൊരു വീഡിയോ ഞാൻ കണ്ടത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. സത്യം ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതുപോലൊരു വീഡിയോ കാണുന്നത് അത് ആദ്യമായിട്ടാണ്. അതുപോലെ ഇതിൻ്റെ 2ാം പരമ്പരയും ഉണ്ട്. ഒരുപാട് ദുഷ്ടതകളുണ്ട്, ഒരുപാട് ക്രൂരതകളുണ്ട്. അതിന്റെയൊക്കെ കൃത്യമായ തെളിവുകൾ കയ്യിൽ കിട്ടിയതിന്റെ പേരിലാണ് നേരത്തെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ തുടർച്ചയായി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു, കണ്ണനെ കാണുന്നു, കണ്ണന്റെ ഫോട്ടോ വരക്കുന്നു, 100 ഫോട്ടോകൾ വരച്ച് വിതരണം ചെയ്യുന്നു, ഫോട്ടോ വരക്കുന്നതിന് വേണ്ടി ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു, അത്തരത്തിൽ പണമുണ്ടാക്കുന്നു. എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഈ സ്ത്രീ തലയിൽ തട്ടമിടാറുണ്ട്. എന്നാൽ ഈ സ്ത്രീയുടെ നാട്ടിൽ തലയിൽ തട്ടമിടാറില്ല. അതായത് ഇവിടെ മുസ്ലിം പേരും ഒരു മുസ്ലിമിന്റെ വേഷങ്ങളും ധരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ മാത്രമേ വിലയുള്ളൂ. അതായത് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ അമ്പലത്തിൽ വരണം. സംഘപരിവാരങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞതില്ലേ, അതിപ്പോ നമ്മൾ ഈ സെലിബ്രിറ്റികളായതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുന്നത് അത് മുസ്ലിം ആണെന്നുള്ളത്. അത് കേറുന്നില്ലല്ലോ. അതാ നമ്മളിപ്പോ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ഭഗവാനെ ഞാൻ കണ്ടിട്ടുമുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു കഴിവില്ല. ആ കഴിവുള്ളവരത് ജീവിക്കട്ടെ, അങ്ങനെയല്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ 100 ഫോട്ടോ വരച്ച് വിതരണം ചെയ്തിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ബോംബ് വെക്കാനാണ് ചെല്ലുന്നതെന്ന് പറയാത്തത് കാര്യം. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ അതായിരിക്കും പറയാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സംഘപരിവാരങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളെ മാത്രമാണ് താല്പര്യമുള്ളത്. അത് നമ്മുടെ രാമസിംഹൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. രാമസിംഹനെ ഇപ്പോൾ കോയസിംഹൻ എന്നാണ് BJPക്കാർ തന്നെ പറയുന്നത്. BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം രാമസിംഹന്റെ ഒരു പോസ്റ്റിനടിയിൽ ഇട്ട കമന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. കോയ എന്നാണ് രാമസിംഹനെ അഭിസംബോധന ചെയ്തത്. എന്തായാലും രാമസിംഹൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, മുസ്ലിമായി നിന്നുകൊണ്ട് സംഘപരിവാരങ്ങൾക്ക് പണിയെടുക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഒരു വിലയുള്ളൂ. ഹിന്ദുമതം സ്വീകരിച്ച് അങ്ങോട്ട് പോയി സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. എന്നാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജസ്ന സലീം എന്ന പേരുള്ള യുവതി ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തലയിൽ തട്ടമിടാൻ മറക്കാറില്ല. മോദിയെ കാണാൻ വന്നപ്പോഴും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴും ഇവർ തലയിൽ തട്ടമിട്ടിരുന്നു. ഒരു മുസ്ലിമിന്റെ വേഷങ്ങൾ തന്നെ ധരിച്ചിരുന്നു. എന്തായാലും ഇവിടെ തൃശ്ശൂരിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് ഈ സ്ത്രീയെ കൂടുതൽ ആരും അറിയാൻ സാധ്യതയില്ല. അതേസമയം തൃശ്ശൂരിൽ നിന്നും വടക്കോട്ട് പോവുകയാണെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഈ സ്ത്രീയെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ, വയനാട് ജില്ലകളിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ഈ സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കും. സംഘപരിവാരങ്ങൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ആരാണ് ജസ്ന സലീം? ജസ്ന സലീം കുറച്ച് നാളുകളായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? ആരെയൊക്കെ ഇവർ ചതിച്ചിട്ടുണ്ട്? ആരെയൊക്കെ ഇവർ വഞ്ചിച്ചിട്ടുണ്ട്? ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ജാതിയും മതവും ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഒരുപാട് മനുഷ്യന്മാരെ വഴിയാധാരമാക്കിയിട്ടുണ്ട്, അനാഥകളാക്കിയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട്.
പലരും ആത്മഹത്യയുടെ വക്കത്തു നിന്നുമാണ് തിരിച്ചു വന്നത്. അത്രമാത്രം ദ്രോഹങ്ങൾ ഈ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഈ സ്ത്രീയെ സമീപിക്കാം. നിങ്ങൾക്ക് വിരോധമുള്ള ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുക്കണം. ആ പരാതി കൊടുക്കുന്നതിന് ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് വാങ്ങിച്ച് പരാതി കൊടുക്കാം. ഈ സ്ത്രീ പരാതി കൊടുക്കും. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. നിരപരാധിയായിട്ടുള്ള ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ സ്ത്രീയുടെ ഒരു മൊഴി വിശ്വസിച്ച് എന്തായാലും അയാൾ ജയിലിൽ നിന്നിറങ്ങി കേസിന്റെ വിചാരണ നടക്കുന്നതിനിടെ ഇവിടെ പ്രതിയിൽ നിന്നും പണം വാങ്ങിച്ച് ഈ പരാതിയിൽ നിന്നും പിന്മാറുന്നു. അത്തരത്തിൽ ഈ സ്ത്രീ കൊടുത്ത ഒരുപാട് കേസുകൾ പിന്നീട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നരേന്ദ്രമോദി BJP കാരനാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ ചെന്നത്. സുരേഷ് ഗോപിയാണ് അതിന് അവസരം ഒരുക്കി കൊടുത്തത്. ഈ സ്ത്രീയുടെ പേര് ജസ്ന സലീം എന്നായതുകൊണ്ടാണ്, ഒരു മുസ്ലിം പേരുകാരി ആയതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് അത്തരത്തിലൊരു അവസരം കിട്ടിയത്. അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഒരവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകളെ കണ്ണീര് കുടിപ്പിച്ച, ഇല്ലാത്ത കള്ളക്കേസുകൾ കൊടുത്ത ഒരു സ്ത്രീയാണ്. ഒരുപാട് കേസുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഹിന്ദു തന്നെ ആയാലും ഒരു മുസ്ലിം തന്നെ ആയാലും ഇത്ര നല്ലതുപോലെ ഭഗവാന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കഴിവുള്ളവരെ എവിടെ ആയാലും എപ്പോഴായാലും അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തട്ടിപ്പുകാരി എന്ന് ഉദ്ദേശിച്ചത് ഇനി 10 പേരെ കൊന്നിട്ടാണോ നിൽക്കുന്നതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ജസ്ന സലീമിനും 5-6 പേരെ കൊന്നിട്ടായിരിക്കും ഇതേപോലെ ചെന്ന് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് നിൽക്കുന്നതെന്നാണ്. ഈ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് പോകുന്നതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. വെറുതെ അങ്ങ് ഓടി ചെന്നിട്ട് അവർ നമ്മളെ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോവില്ല. ഒക്കെ ഏത് യുഗത്തിലാണോ ജീവിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്ത് വന്ന 2-3 കമൻറ്റ് ഞാനൊന്ന് വായിക്കാമേ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഈ കമൻറ്റ് വരെ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ, കുത്തിത്തിരിപ്പ് കമൻറ്റുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ഞാനൊന്ന് വായിക്കാം. എടോ, വിവരക്കേടാവാം, പക്ഷേ ഇത്ര ലെവൽ വിടരുത്. ഒരാൾ ഇന്ത്യൻ PM-നെ കാണണമെങ്കിൽ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണമെന്നറിയാമോ വിവരം കെട്ടവനെ? ഇനിയുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായി മനസ്സിലായി വരുന്നു. നിങ്ങളെപ്പോലെയുള്ളവർ എന്ത് വന്ന് പുലമ്പിയാലും ജനം അത് വിശ്വസിക്കുകയില്ല. എൻ്റെ സാറേ, കുത്തിത്തിരിപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഈ സമയത്ത് സാറ് പോയി ഒരു വാഴ വെക്ക്. വേറെ ഒന്നിനും കൊള്ളത്തില്ല. അവർ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ, താൻ തൻ്റെ ഭാര്യയും മക്കളെ ആദ്യം നല്ലോണം നോക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ ഇടിയിപ്പിക്കുന്നതാണ്. കാരണം ഞാൻ വേറൊരു രീതിയിൽ സംസാരിക്കുന്നതല്ല. നമുക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ജീവിക്കട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അവരുടെ മതപണ്ഡിതന്മാർക്ക് ഇല്ലാത്തതാണോ? അവരുടെ മതപണ്ഡിതന്മാർ എന്നെ വിമർശിക്കുന്നവർ, നല്ല രീതിയിൽ വിമർശിക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ ആ കുട്ടിക്ക് അനുകൂലമായുള്ള വിമർശനമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുത്തിത്തിരിപ്പുകാരുണ്ടാക്കുന്നത് അതേ രീതിയിൽ ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടി അത് ജീവിക്കുന്നെങ്കിൽ അത് ജീവിക്കട്ടെ. ഞാൻ ഭഗവാനെ കണ്ടിട്ടുണ്ട്. എനിക്ക് അകത്ത് കയറാം അമ്പലത്തിൽ, പക്ഷേ എനിക്ക് ഭഗവാനെ വരയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തർക്കും. ഭഗവാനെ കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ നമുക്ക് ആ ഒരു കഴിവില്ല. ആ കഴിവുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സില്ല. അതിനിടയിലും കുത്തിത്തിരിപ്പാണ്, വർഗീയ കുത്തിത്തിരിക്കുന്നത്. അടുത്തൊരു കമൻ്റാണേ. കൃമിശല്യത്തിന് പപ്പായക്കറ നല്ലതാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ചേട്ടാ, ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നല്ല മനസ്സുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? കഷ്ടം തന്നെ. വിവരം ഉണ്ടായിട്ടെന്താണ് കാര്യം? വിവേകമില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കും അതാണ് പറയാനുള്ളത്. ഇനി ഞാനൊരു കമൻറ്റും വായിക്കുന്നില്ല. കാരണം 3/4 കമൻറ്റുകളും അങ്ങനെയുള്ള കമൻറ്റുകളാണ്. ദൈവത്തെ ഓർത്ത് അവരെ പാട്ടിന് വിട്ടേക്ക്, അവർ ജീവിച്ചോട്ടെ. പിന്നെ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പ് ഇടുന്നവരും അവരുടെ മതത്തിൽ തന്നെ ഉള്ളവരെയും നമുക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. ഒരു കണക്കോർത്ത ജസ്നയെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞ ജസ്നയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ എതിർപ്പും അവഗണനകളും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് പോലും ആ കുട്ടി ആ ഒരു പ്രൊഫഷൻ വിട്ട് കളയാനോ അല്ലെങ്കിൽ എന്നെ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആ പ്രൊഫഷൻ അവൾ വിട്ട് കളയാൻ തയ്യാറായില്ല. അത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ബഹുമാനം തോന്നുന്നത്. കാരണം നമ്മുടെ കുടുംബം നമ്മൾ മാത്രം സ്വയം കരുപിടിപ്പിച്ചാലേ അത് കരുപിടിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കുത്തിത്തിരിപ്പുകാർ എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതെ അവനവൻ്റെ വഴിയെ പോകുന്നതാണ് നല്ലത്. ഇതുപോലുള്ള വാർത്തകൾ പടച്ചു വിടുന്നത് കഷ്ടമല്ലാതെന്നല്ല, വേറെ ഒന്നും പറയാൻ പറ്റില്ല. നന്ദി.